എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോമ്പ് മുറിക്കാൻ സമൂസ ഉണ്ടാക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ്. ഒരു എണ്ണയിൽ മുക്കി പൊരിക്കാതെ നല്ല അടിപൊളിയായിട്ട് സമൂസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ പാത്രം ഇനിയിപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇത് ഇടുന്ന വാങ്ങിയനെയും ചോദിക്കുന്നവർക്ക് ഇത് ദുബൈയിൽ നിന്ന് കൊടുത്തയച്ച പാത്രം. ദുബൈയിൽ ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചിട്ട് കമൻറ്റിൽ പറയാം. അപ്പോൾ ഇതിലിങ്ങനെ നല്ല വെയിറ്റുള്ള പാത്രം. ഇതിൻ്റെ ഈ പിടിയുടെ അടുത്ത് മാഗ്നറ്റാണ്, നല്ല ഒട്ടിപ്പിടിക്കും അവിടെ. പിന്നെ ഇതിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സാധാരണ സമൂസ ഉണ്ടാക്കുന്ന പോലെ ഇതന്നെ ഗ്യാസിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. പിന്നെ ഫില്ലിങ്ങിന് ഇതിപ്പോൾ ഞാൻ ചിക്കനും കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടുള്ളൊരു ഫില്ലിങ്ങാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ല ഫില്ലിങ് ഉണ്ടാക്കുക, ബീഫിലോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രമായിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ ഇനി ഇത് കുറച്ച് മൈദപ്പൊടി എടുക്കുക, അതിലേക്ക് ഉപ്പിടുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി. എന്നിട്ടാകുമ്പോൾ ഈ പാത്രത്തിൽ ഒന്ന് ബ്രഷിൽ എണ്ണ തടവി കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി. എല്ലായിടത്തും എണ്ണ തടവി കൊടുത്തിട്ടാകുമ്പോൾ നമ്മൾ കുഴച്ച് വെച്ച മൈദപ്പൊടി ഇല്ലേ, അത് നമ്മൾ ചപ്പാത്തിക്കെല്ലാം പരത്തുന്നത് പോലെ കുറച്ചുകൂടി നേരിയതായിട്ട് പരത്തിയെടുക്കാം. ഈ പാത്രത്തിൻ്റെ അളവിന് അനുസരിച്ച് വലുതായിട്ട് പരത്തിയെടുക്കണം. ഇതുപോലെ ഒന്ന് പരത്തിയിട്ടാകുമ്പോൾ അതിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ കുഴിയുടെ അടുത്തെല്ലാം ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് എല്ലായിടത്തും വെച്ചിട്ടാകുമ്പോൾ ഒന്നും കൂടി പരത്തിയിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ ആ പാത്രം അടക്കാം. അടച്ചിട്ട് പുറത്തേക്ക് കാണുന്ന ആ ഈ പരത്തിയതില്ലേ ബാക്കിയുള്ളത് അതെല്ലാം കൈ കൊണ്ട് അങ്ങ് അടത്തി കളയാം. എന്നിട്ടാകുമ്പോൾ ഗ്യാസിൽ വെക്കാം. ഞാൻ ഈ പാത്രത്തിൽ ആദ്യമായിട്ടാണ് വെക്കുന്നത്. ഒട്ടിപ്പിടിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിന്, പക്ഷേ ഇല്ല, നല്ല കറക്റ്റായിട്ട് കിട്ടീന്. രണ്ട് സൈഡും നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇടയ്ക്ക് തുറന്ന് നോക്കുക, എന്നിട്ട് അതിനോ നോക്കുക, പാകതിനോ നോക്കിയിട്ട് അപ്പുറം ഇപ്പുറവും രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുക്കുക. ഇതാ കണ്ടില്ലേ, ഒട്ടിപ്പിടിക്കലൊന്നുമില്ല, കറക്റ്റ് പാകത്തിന് ഇങ്ങനെ കിട്ടും. ഒരു സൈഡായാലും മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും കൂടിയും വേവിച്ചെടുക്കാം. ഇതിപ്പം ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഒരു സെറ്റിൽ 24 സമൂസ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ടാകുമ്പോൾ നമുക്കിത് കൈകൊണ്ട് അടത്തിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും രണ്ടാമത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാത്രമാണ് ഇത്. കാരണം ഒരു തുള്ളി എണ്ണ അധികം വേണ്ട. പിന്നെ എന്ന് വെച്ചാൽ ടൈം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഇത്രയും സമൂസ പരത്താനും അത് ഫ്രൈ ആക്കി എടുക്കാനൊക്കെ ഒരുപാട് ടൈം എടുക്കും. പിന്നെ എണ്ണ നല്ലോണം കുടിക്കും. ഇതിപ്പോൾ ഓയിലൊന്നും വേണ്ട. ഞാനിത് രണ്ടാമത്തെ ട്രിപ്പിൽ വെക്കുമ്പോൾ ഓയിൽ ബ്രഷ് ചെയ്തിട്ടുമില്ല, എന്നിട്ടും കറക്റ്റ് പാകത്തിന് കിട്ടീന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നോമ്പ് മുറിക്കാനുള്ള സ്നാക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.